ഇന്നി അറാഫിൽ മനാമി അന്നി അസ്ബഹുക്, എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കാണുന്നുണ്ട് അന്നി അസ്ബഹുക്, നിന്നെ ഞാൻ അറക്കണമെന്ന് എൻ്റെ കൈകൊണ്ട്. ഫൻദുർ മാദാ തറ, നിന്റെ അഭിപ്രായം എന്ത്? ഖാല, കുട്ടി പറഞ്ഞു, യാ അബതി ഫഅൽ മാ തുഅമർ, കൽപ്പന പോലെ ചെയ്യുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞത് എന്തിനാണെന്നറിയോ? കുട്ടിയെങ്ങാനും മരിക്കണ നേരത്ത് പിടഞ്ഞാലോ ബാപ്പാക്ക് വിഷമമുണ്ടാക്കിയാലോ എന്ന് പേടിച്ചിട്ട് മിനസ് സാബിരീന്റെ നേരെ മുമ്പ് എന്ത് കൊടുത്തു? ഒരു ഇൻഷാ അല്ലാഹ് കൊടുത്തു. ആയത്ത് ഓർമ്മയില്ലേ? യാ അബതി ഫഅൽ മാ തുഅമർ, യാ അബതി ഫഅൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. യാ അബതി ഫഅൽ മാ, യാ അബതി ഫഅൽ മാ തുഅമർ, കൽപ്പന പോലെ ചെയ്തു കൊള്ളുക. സതജിദുനി മിനസ് സാബിരീൻ എന്ന് പറയുന്നിടത്ത് കേറ്റി എന്ത്? ഇൻഷാ അല്ലാഹ്. പടഞ്ഞാലോ പാക്ക് വിഷമമായാലോ. എന്നിട്ട് റബ്ബിനോട് പറഞ്ഞു, റബ്ബേ ഉപ്പന്നാർക്കും എനിക്ക് വേദനയായി, ഞാൻ ബാപ്പാനെ ബുദ്ധിമുട്ടിക്കരുത്. ബാപ്പാനോട് പറഞ്ഞു, എന്നെ കമഴ്ത്തി കിടത്തണം. എന്തുകൊണ്ട്? നിങ്ങൾ മുഖത്തേക്ക് നോക്കിയാൽ എനിക്ക് മരിക്കാൻ വിഷമമുണ്ടാവും. ചെറിയ ഒരു കുഞ്ഞുമോൻ, ചെറിയ കുട്ടി ഉപ്പയോടുകൂടെ മരുഭൂമിയിൽ യാത്ര ചെയ്തു. അങ്ങനെ പോയി പോയി ചെറിയ മോനാണ്, 8-10 വയസ്സുള്ള ഒരു കുഞ്ഞുമോൻ. ബാപ്പാൻ്റെ കൂടെ നടക്കാൻ കഴിയും. മരുഭൂമിയുടെ യാത്ര പോയി പോയി യാത്രയായപ്പോൾ ബാപ്പ കയ്യിൽ കരുതിയിരുന്ന ആ തുണി കൊണ്ട് തൽക്കാലം ഒരു മഞ്ഞിനെ മറക്കാൻ ഒരു ടെൻ്റ് ഉണ്ടാക്കി. എന്നിട്ട് ബാപ്പയും മകനും അതിൻ്റെ ഓരത്ത് കടന്നു. പിന്നെ അങ്ങനെ കടന്നു. രാവിൻ്റെ തുടക്കത്തിലുണ്ടാകുന്ന നേരിയ ഒരു വെളിച്ചമുണ്ട്, അത് ഇശ വരെ ഉണ്ടാവും. പിന്നെ അത് നീങ്ങിപ്പോവും. അത് നീങ്ങിപ്പോയപ്പോൾ പിന്നെ ബാപ്പായെ മേൽ കാണാതെയായി. അല്പം കണ്ടു, കണ്ടില്ല. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞു, പിന്നെ തീരെ കണ്ടില്ല. ഇപ്പോൾ ബാപ്പയെക്കുറിച്ച് ഒന്നുമില്ല. ബാപ്പ ടെൻറ്റിൽ ഉണ്ടാകുമെന്ന ധാരണയിലാണ് കുട്ടി കിടക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് വലിയ ബേജാറായി. ഞാൻ എന്താ ബാപ്പ ഇപ്പോൾ എണീറ്റ് പോയിരുന്നെങ്കിലോ, ബാപ്പ എന്നെ ഇവിടെ ആക്കിയിട്ട് ഒഴിവാക്കി പോകാൻ വേണ്ടി വന്നതാണെങ്കിലോ. കുട്ടിക്കാലത്ത് അങ്ങനെ കുറേ കഥകൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ കഥ കേൾക്കുമല്ലോ സ്വാഭാവികമായിട്ട്. ഉമ്മ മരിച്ചതിന് ശേഷം ബാപ്പ പുതിയൊരു കല്യാണം കഴിച്ച് ഭാര്യയുടെ പ്രേരണ കാരണം 3 മക്കളെയും കാട്ടിൽ ഉപേക്ഷിച്ച ഒരു സംഭവം എൻ്റെ ഒരയൽവാസി, എൻ്റെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന ഒരാൾ എനിക്ക് കഥ പറഞ്ഞു തരികയും ആ കഥകൾ പലയിടത്തും ആവർത്തിക്കുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ അനുഭവം ഈ കുട്ടിക്ക് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായും. അപ്പോൾ കുട്ടിക്ക് വിഷമായി. ബാപ്പനെ ഒഴിവാക്കാൻ വന്നതാണോ? ബാപ്പയെക്കുറിച്ചൊരു ധാരണയില്ല, ഒന്നുമില്ല. ഈ ടെൻറ്റിൽ ഏകാഗിയാണോ എന്നും കുട്ടിക്ക് തോന്നി. ഞാൻ ഒറ്റക്കാണോ എന്ന് തോന്നി. അപ്പോൾ കുട്ടിക്ക് ആദ്യമായി, എങ്ങനെ ഞാൻ രക്ഷപ്പെടും? ഇനി എന്താ ചെയ്യാം? കാട്ടുമൃഗങ്ങൾ വന്നാലോ, പിശാച് വന്നാലോ, പ്രേതം വന്നാലോ, എന്ത് ചെയ്യാം? ഒന്നിനും കഴിയുന്നില്ല. കുട്ടിക്ക് വായു പോലും തുറക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? താൻ ഏകനാണ് ഈ മരുഭൂമിയിൽ എന്ന ഒരു ചിന്ത കുട്ടിയെ മഥിച്ചു. അത് വല്ലാതെ കുട്ടിയെ അനുനിമിഷം വേട്ടയാടി. കുട്ടിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ രാത്രിയിലെ ഓരോ നിമിഷങ്ങളും ഒരു സംവത്സരത്തെക്കാൾ വലിയ ദീർഘമായി കുട്ടിക്ക് തോന്നി. അങ്ങനെ ആദ്യോടാദ്യമായി വായു പോലും നാണ്ണാക്കുന്ന ഒരു ശബ്ദം പുറത്തു വരുന്നില്ല. പെട്ടെന്നാണ് നിലാവ് പ്രത്യക്ഷപ്പെട്ടത്. നിലാവ് മറന്നേക്ക് വന്നു. അപ്പോൾ ഒരരണ്ട വെളിച്ചുണ്ടായി. ആ വെളിച്ചത്തിൽ ഉറങ്ങാതെ തന്നെ നോക്കിയിരിക്കുന്ന പിതാവിനെ കുട്ടി ശരിക്കും കണ്ടു. ബാപ്പ ഉറങ്ങിയിട്ടേയില്ല.
കുട്ടിയുടെ മനസ്സന്തോഷം എത്രയാണ്. ഇതാണ് നമ്മളും റബ്ബും തമ്മിലുള്ള ബന്ധം. ഇനി ഒരു ഘട്ടം ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിൻ്റെ 3 ഘട്ടം ഇതിനുണ്ട്. ഈ 3 ഘട്ടവും ഞാനിപ്പോൾ പറഞ്ഞുതരാം. വളരെ ഒന്ന്, നാം റബ്ബിനെ അറിയുന്ന ഘട്ടം. അത് നമ്മുടെ ഏറ്റവും തുഫൂലത്താണ്. ചെറിയ കുട്ടി, ആ കുട്ടിക്ക് തുഫൂലത്താണ്. അതായത് ചെറിയ കുട്ടി. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ആ ഫിത്രത്തിൽ ജനിക്കുന്ന കുട്ടി, ഏത് കുട്ടിയും ആ കുട്ടിക്ക് തൻ്റെ രക്ഷിതാവിനെ കുറിച്ച് കൃത്യമായ ബോധമുണ്ടാവും. പിന്നെ ആ സെയറിൽ ഇരുട്ട് വരും. ആ ഇരുട്ട് ചിലപ്പോൾ ആ ഇരുട്ട് നീങ്ങൂല. ഏതുവരെ നീങ്ങൂല? മരിക്കണവരെ നീങ്ങൂല. അങ്ങനെയാണ് 99.999% ആളുകളും അങ്ങനെ മരിക്കും. ആധിയിൽ മരിക്കും. എൻ്റെ കാര്യം എന്താവും 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 എന്താവും. ചില ആളുകൾക്ക് ആഖിറത്തെ പറ്റി ധാരണ ഉണ്ടാവും, അവരും ആധിയിലാവും. ചില ആളുകൾക്ക് ദുനിയാവ് മാത്രമേ ഉണ്ടാവുള്ളൂ, അവരും ആധിയിലാവും. ചില ആളുകൾക്ക് ദുനിയാവ് ആഖിറവും ആധിയായിരിക്കും. എൻ്റെ ഖബർ എങ്ങനെ ഇരിക്കും, എൻ്റെ മഹ്ശർ എങ്ങനെ ഇരിക്കും, മനസ്സിലാവണമല്ലോ എന്നൊക്കെ പറഞ്ഞത്. നല്ലോണം ചിന്തിക്കണം ഈ പറയുന്നത്. ദുനിയാവ് നമ്മളെ വല്ലാതെ പ്രയാസപ്പെടുത്തും. അതായത് ഭയങ്കര ആദ്യമായിരിക്കും. എന്തായിരിക്കും? കട ഞാൻ എങ്ങനെ വീട്ടും, കട ഞാൻ എങ്ങനെ വീട്ടാം, എങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോവുക, ഇങ്ങനെ ആദ്യമാവും. കയറിയിരിക്കും. ഇതിൽ 0.0001 ഒരു വിഭാഗം വിജയിക്കും. അത് 0.0001 അത്രേ ഉണ്ടാവുള്ളൂ. ഞാൻ മൊത്തത്തിൽ മനുഷ്യകുലത്തിനെ പറ്റി പറയാണ്, ഈ നാട്ടിനെ പറ്റി പറയല്ല, വേറെ നാട്ടിനെ പറ്റി പറയുകയല്ല. അതിൽ 0.0001 വിജയിക്കും. എങ്ങനെ വിജയിക്കും? അവർക്ക് മഅരിഫത്തിൻ്റെ നിലാവ് അങ്ങനെ വരും. മഅരിഫത്തിൻ്റെ നിലാവ് വന്നാൽ അവർക്ക് റബ്ബിനെ കാണാൻ കഴിയും. അപ്പോൾ അവർ അവരെ തന്നെ നോക്കിയിരിക്കുന്ന റബ്ബിനെ കാണും. എന്തിലൂടെ കാണും? പറ, മഅരിഫത്തിലൂടെ കാണും. അപ്പോൾ പിന്നെ അവർക്ക് ഇദ്റാബ് എന്നുള്ള പ്രശ്നമേ ഉണ്ടാവില്ല. ഒരു ബേജാറുണ്ടാവില്ല. ദുന്യാവും ബേജാറുണ്ടാവില്ല, ആഖിറവും ബേജാറുണ്ടാവില്ല. ഇനി ഈ കുട്ടി എണീറ്റ് ഓടാം. ഈ കുട്ടിക്ക് മരുഭൂമി, നിലാവെളിച്ചത്തിൽ മരുഭൂമിക്ക് ഒരു പ്രത്യേക കൗതുക സൗന്ദര്യമുണ്ട്. ഈ സൗന്ദര്യത്തിൽ കുട്ടി ഓടും, അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. രാത്രി നേരം വിളിക്കാതെ എളുക്കുന്നവരെ കുട്ടി കളിച്ചേക്കാം. കാരണം നോക്കിയിരിക്കുന്ന ബാപ്പുണ്ട്. ഇപ്പോൾ ആദ്യ കുട്ടിയുടെ മനസ്സിനെ പോയി. ഇപ്പം കുട്ടിക്ക് ആദ്യമേ ഇല്ല, ഒന്നുമില്ല. കുട്ടിക്ക് ഒരു പ്രയാസമില്ല, ഒന്നുമില്ല. കാരണം കുട്ടി ഒരു 2 വിളിച്ച് കിട്ടുക, അത്ര മതിദാനം. ബാപ്പയുടെ ഹുളൂറെ കുട്ടി അറിയേണ്ടതുള്ളൂ. നിലാവെളിച്ചത്തിൽ അത്രയും അറിയൂ, അത്രയും അറിയേണ്ട ആവശ്യമുള്ളൂ. പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബാപ്പ ഉണ്ട്, ബാപ്പ ഉറങ്ങിയിട്ടും ഇല്ല. ബാപ്പ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. തന്നെ ഈ അവസ്ഥയിലേക്ക് നമ്മൾ ചേഞ്ച് ആവേണ്ടത്. ഇവിടെ ഒന്നി ബാപ്പയിലേക്ക് ചിന്തിക്കുക. ബാപ്പക്കൊന്നും പറ്റിയിട്ടില്ല. ബാപ്പക്ക് എന്താ പറ്റി? ബാപ്പ കുട്ടി ഓടും, കുട്ടി തന്നെ വിട്ടു പോകുമെന്ന ആദി ബാപ്പാക്ക് ഇല്ല. ബാപ്പ ഇരിക്കുന്നിടത്ത് അനങ്ങിയിട്ടും ഇല്ല. ബാപ്പ രാത്രി മുഴുവനും മരുഭൂമിയിൽ ദിക്റലി മോൻ ഉറങ്ങുന്നോ നോക്കി ഇരിക്കാൻ തീരുമാനിച്ചതാണ്. ബാപ്പാൻ്റെ പണി നടന്നുകൊണ്ടേയിരിക്കുക. ബാപ്പ ദിക്റ് ചെല്ലുന്നുണ്ട്, കുട്ടിയെ നോക്കുന്നുണ്ട്. കുട്ടി ഇടയ്ക്ക് എണീറ്റു, പിന്നെ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി. കുട്ടി ബാപ്പയുടെ തോള് കൂടെ കളിച്ചു. അപ്പോൾ കുട്ടി ബാപ്പ അതിനൊക്കെ ഇരുന്നു. ബാപ്പക്ക് ഒറ്റ വ്യത്യാസമില്ല. ബാപ്പക്ക് എന്തെങ്കിലും മാനസികമായ പ്രയാസം സംഭവിച്ചോ? ഇല്ല. ആദ്യം ഉണ്ടായോ? ഇല്ല. കാരണം ബാപ്പയുടെ കണ്ണിൽ നിന്ന് കുട്ടി ഒരിക്കലും പോകുന്ന പ്രശ്നം തന്നെ ഇല്ല. ബാപ്പ കുട്ടിയെ നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? കുട്ടിയെ അറിയാത്തത് ആരാണ്? അല്ല, ബാപ്പയെ അറിയാത്തത് കുട്ടിയാണ്. കുട്ടിയെ ബാപ്പ സദാസമയം നോക്കുന്നുണ്ട്.
അതേ സമയത്ത് ബാപ്പായുടെ ഹുളൂറ് മനസ്സിലാക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? കുട്ടിക്ക് ഇതാണ് നമുക്കൊക്കെ പറ്റിയത്. അങ്ങോട്ട് നോക്ക്. ഇനി അവിടെ കുട്ടിക്കൊരു പ്രയാസമില്ല. അപ്പോൾ എന്താണ് ആ കുട്ടിയുടെ ഈ നിലാവ് വന്നപ്പോൾ കുട്ടിയുടെ മനസ്സെന്താ? അനമഅബി. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രത്യേകത. ബസ് إذا كان في النار فهو مع الله إذا كان هو يذبح ولده فهو مع الله إذا كان يهاجر فهو مع الله. അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ടാലും ആരെ കൂടെയാണ്? വേറെ ആരെ കൂടെയാണ്? അതാണ് കൂടെയാണ്. എൻ്റെ പേടി എന്തായാലും വേണ്ടിയില്ല, അതാണ് കൂടെയാണ്. കുട്ടിയെ അറക്കേണ്ടി വന്നാലോ അപ്പോഴും അതാണ് കൂടെയാണ്. ബാബിലോണിയ വിട്ട് ഓടേണ്ടി വന്നാലോ അള്ളാന്റെ കൂടെയാണ്. സാറയെ ഒരു രാജാവ് പിടിച്ചു, കൊട്ടാരത്തിൽ കയറ്റി രണ്ടാളെ. അപ്പോൾ സയ്യിദുനാ ഇബ്രാഹിമിനോട് ചോദിച്ചു, ഇതാരാണ്? അപ്പോൾ പറഞ്ഞു, ഹാദിഹി ഉഖ്തി, എൻ്റെ പെങ്ങളാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ, പെങ്ങളാണെങ്കിൽ തോന്നിയാസം ചെയ്യൂല, ചോദിക്കും എനിക്ക് കെട്ടിച്ചു തരുമോ? മനസ്സിലായി? ഒരു വിളവാണ് എടുത്ത്, ഒരു വിളവാ. മൻഹാദി ഹദി ഉഖ്തി. അപ്പം എന്തിനാ ഹദി ഉഖ്തി എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഹദി ഉഖ്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നം അവിടെ പരിഹരിക്കും. അപ്പം രാജാവ് ചോദിക്കും, നല്ല സുന്ദരിയായ പെണ്ണാണല്ലോ, നിങ്ങളെ പെങ്ങൾ എനിക്ക് കെട്ടിച്ചു തരുമോ? അപ്പോൾ ആയിക്കോട്ടെ രാജാവെ കെട്ടിച്ചേരാന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു 1-2 ദിവസം അതിന്മേൽ മെലിങ്ങലുണ്ടാവുമല്ലോ, അതിനിടയ്ക്ക് എന്തും ചെയ്യാം, മുങ്ങ, രക്ഷപ്പെടാം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഭാര്യ എന്ന് പറഞ്ഞാലോ ഭർത്താവിനെ കൊല്ലും. കാരണം എന്തുകൊണ്ട്? ഇനി കെട്ടിച്ചേരുമെന്ന് ചോദിക്കാൻ ചാൻസ് അവിടെ ഇല്ല, പെണ്ണിനെ വിചരിക്കും ചെയ്യും. രാജാവ് എന്ത് ചെയ്തു? രാജാവ് പുറത്തെ മുറിയിൽ സയ്യിദ് ഇബ്രാഹിമിനെ ഇരുത്തി അകത്തേക്ക് കൂട്ടിക്കൊണ്ടേ. ആരെ? സാറേ റളിയല്ലാഹു അൻഹ. ഉറക്കപ്പറ. സയ്യിദത്തുനാ ഉമ്മുനാ സാറ റളിയല്ലാഹു അൻഹ അകത്തിക്കൊണ്ടുപോയി. അപ്പോൾ ഇബ്രാഹിമിന് ആദ്യം ഉണ്ടായില്ല. എന്തുകൊണ്ട്? ഓ ഹിയ മഅല്ലാഹ് വ അന മഅല്ലാഹ്. ഒരു പ്രധാനപ്പെട്ട റിവായത്തിൽ കാണുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചുമരിൽ ചിത്രമാക്കി കൊടുത്തു. ഞാനൊരു കിതാബിൽ കണ്ടത് ചുമരിൽ ചിത്രമാക്കി കൊടുത്തു. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചുമരിലേക്ക് നോക്കിയിരിക്കുകയാണ്. പുറത്തെ മുറിയിലെ ചുമരിന് അഭിമുഖമായി ഇരിക്കുകയാണ്. ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അകത്തേക്ക് ആരെ കൊണ്ടുപോയി? സാറ ബീവിയെ കൊണ്ടുപോയി. ആദ്യമില്ല. എന്തുകൊണ്ട്? തൻ്റെ കൺമുന്നിൽ നിന്ന്, തൻ്റെ ഈ കണ്ണിൽ നിന്ന് സാറ മറയുന്നതോടുകൂടെ സാറ വെക്കുന്ന ചവിട്ടടിയും രാജാവിൻ്റെ നീക്കങ്ങളും ഈ ചിത്രത്തിൽ കൃത്യമായി കണ്ടു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. സാറയോട് അടുക്കാൻ രാജാവിന് കഴിയുന്നില്ല. പലതവണ ശ്രമിച്ചു. സാറയുടെ വസ്ത്രത്തിൽ തൊടാൻ പോലും രാജാവിന് കഴിയുന്നില്ല. പലതവണ ശ്രമിച്ചു. അപ്പോഴെല്ലാം രാജാവ് തളർന്നു വീണു. അപ്പോൾ രാജാവിന് മനസ്സിലായി ഇത് സാധാരണ സ്ത്രീയല്ല. അപ്പോൾ ഒരു കോപ്റ്റിക്കായ അടിമ സ്ത്രീ തൻ്റെ രാജകൊട്ടാരത്തിലെ തൻ്റെ ഉടമസ്ഥതയിലുള്ള ഏറ്റവും സുന്ദരിയായ കോപ്റ്റിക്കായ അടിമ സ്ത്രീയാണ് ആര്? ഹാജർ. ഹാജറിനെ നേരെ കൊടുത്തു. ആർക്ക്? സാറാക്ക് പാരിതോഷികമായി മാപ്പും പറഞ്ഞു. ഇതൊക്കെ കാണുകയാണ് ആര്? ഇതെല്ലാം കാണുകയാണ് ആര്? സയ്യിദ് ഇബ്രാഹിം. തിരിച്ചു വന്നു. രാജാവ് 2 ആളെ യാത്രയാക്കി. ശരി, ഞാൻ ഈ സെക്കൻഡ് പാർട്ടിലേക്ക് വരിക. കൊണ്ടുപോയി സാറ ബിവിയെ. രാജാവിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ശരി, അങ്ങനെ നോക്കി. ഒന്നും കഴിഞ്ഞില്ല. പിന്നെ തിരിച്ചു വന്നു. ഒന്നും സംഭവിക്കാതെ സാറ ബിവി തിരിച്ചു വന്നു. എന്നാൽ നമ്മൾ പുരുഷന്മാർക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഒരു ഡൗട്ട് വരും. വാൽമീകി രാമായണത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. രാവണൻ കൊണ്ടുപോയിട്ട് സീതയെ തിരിച്ചറിയാണ്. സീത പരിശുദ്ധയാണ് എന്ന് രാമൻ അറിയുന്നുണ്ട്. എന്നാലൊരു ഡൗട്ട് വന്നു.
ഈ ഡൗട്ടിൽ മനമുരുകി ആർക്ക്? സീതക്ക്. ഭൂമിദേവിയുടെ പുത്രിയാണെന്നാണ് ഹൈന്ദവ വിശ്വാസം. സീത എന്നെ സ്വീകരിക്കണമെന്ന് അമ്മയോട് പറഞ്ഞു. അങ്ങനെ ഭൂമി പിളർന്നു. ഭൂമിയുടെ അടിയിലേക്ക് തന്റെ ഭർത്താവ് തന്നെ ശങ്കിച്ച വേദനയിൽ സീത അപ്രത്യക്ഷയായി എന്ന് പറഞ്ഞാണ് വാൽമീകി രാമായണം അവസാനിക്കുന്നത്. ഇത് ഡൗട്ട് വരും, ഇവിടെ എന്താ നടക്കുന്നത് പറഞ്ഞ് മനസ്സിലായോ? മനസ്സിലായിട്ട് പറഞ്ഞത് കൃത്യമായി കാണുകയാണ്. ആര് പറ? ആര്? ഒന്നും എന്തുകൊണ്ട് മാറല്ലോ? ഉറക്കെ കലിപ്പിലൊക്കെ കയറന്നെ വേണം, അങ്ങോട്ട് കയറണം. ما في قلبي غير الله لا إله إلا الله حسبي ربي جل الله. إن الذين توفتهم الملائكة ظالمي أنفسهم قالوا فيما كنتم قالوا كنا مستضعفين في الأرض قالوا ألم تكن أرض الله واسعة فتهاجروا فيها. നാട്ടിൽ കുടുങ്ങിക്കഴിയുന്ന ആളുകൾ ആത്മഹത്യ ചെയ്യും. അവരല്ലാൻ്റെ കോടതിയിൽ വരും. അപ്പോൾ മലക്കുകൾ ചോദിക്കും, ഫീമ കുന്തും, നിങ്ങൾക്ക് എന്ത് പൊട്ടത്തര പറ്റിയത്? കാലു, അപ്പോൾ ഈ ജനങ്ങൾ പറയും, കുന്ന മുസ്തദഅഫീന ഫിൽ അർള്, ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ദുർബലരായി കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. കാലു, അപ്പോൾ മലക്കുകൾ ചോദിക്കും, ലം തകുൻ അർളുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫീഹാ. അതിനെന്തിനാ ആത്മഹത്യ ചെയ്തത്? അള്ളാഹുവിന്റെ ഭൂമി വളരെ വിശാലല്ലേ, നിങ്ങൾക്ക് നാടുവിട്ട പോരായിരുന്നു. ഇതിന് ഒരർത്ഥം പറയാം, നാടുവിട്ട മതിയായിരുന്നു. രണ്ടാമത്തെ അർത്ഥം പറയാം. ഇനി രണ്ടാമത്തെ അർത്ഥം പറയാം. ഏതാണ് ഈ നാട്? നാട് എന്നാൽ നിന്റെ മനസ്സാണ്. സ്വന്തം മനസ്സിൽ നിനക്ക് അപ്രത്യക്ഷനാവും. നിനക്ക് പുറത്തൊന്നും പോണ്ട, തിരിഞ്ഞിട്ടില്ല, നാടോടണ്ട. സ്വന്തം നാട്ടിൽ നീ അപ്രത്യക്ഷനായി. എവിടെ? നിന്റെ മനസ്സാവുന്ന നാടിൽ. മനസ്സിന് ഭൂമിയെക്കാളും ആകാശത്തെക്കാളും വലുപ്പുണ്ട്. മനസ്സിലായില്ലേ? നാട്ടിൽ നീ അപ്രത്യക്ഷനായി. നീ ആരും കാണില്ല, നിന്നെ ആരും കണ്ടാലും. മറ്റേത് പ്രയാസമാണ്. അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, നാടുവിട്ട പോരായിരുന്നു. നാടിപ്പോഴും വിടാം, നാടുവിട. ഒരു മനുഷ്യന് ജനമധ്യത്തിൽ ഒരാൾക്ക് അപ്രത്യക്ഷനാകാം. അവിടെ ഉണ്ടായും കൊണ്ട് ഘോഷയാത്രയിൽ തനിയെ എന്നൊരു പുസ്തകമുണ്ട്, OV വിജയന്. ഞാനതിൻ്റെ 20ാമത്തെ വയസ്സിൽ വായിച്ചതാണ്. 30 കൊല്ലം മുമ്പ്, 35 കൊല്ലത്തിലേറെ മുമ്പ്. ഘോഷയാത്രയിൽ തനിയെ എന്നാണ് അതിൻ്റെ പേര്. അയാൾ ആദ്യം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പിന്നെ അയാൾ കമ്മ്യൂണിസത്തെ ഒഴിവാക്കിയിട്ട് കമ്മ്യൂണിസത്തിൻ്റെ നടുവിൽ നിന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം. അതാണ് ഘോഷയാത്രയിൽ തനിയെ എന്ന് പറയുന്നത്. അയാൾ ഘോഷയാത്രയിൽ പോവുകയാണ്, പക്ഷെ അയാൾ ഒറ്റക്കാണ്. അയാൾ ആരും കാണില്ല. അയാൾ ധരിക്കുവാണ്, ഇന്നാരും കാണില്ല. അപ്പൊ നമ്മളെ പ്രശ്നം നമ്മളെ മനസ്സിനാണ്. ഒരു പ്രശ്നമില്ല. പ്രശ്നം ക്ലിയർ ആക്കേണ്ടത് ആരെയാ? മനസ്സിനെയാണ്. റബ്ബ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടെങ്കിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അതിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ റബ്ബിൻ്റെ അടിമയായി തീരുന്നത്. ഒരാൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ അയാൾക്ക് പറയും, ഒരാൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ ഒമൻ അർത്ഥം നോക്കി അർത്ഥം നിങ്ങൾക്കറിയാം. ഒമൻ ഒരാൾ യതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ അള്ളാഹു തആല ഹസ്ബുഹു, ഹസ്ബുഹു അവന് മതിയാവും. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഈ ആയത്ത് കൊണ്ടേക്ക് അഗ്നികുണ്ഡത്തിൽ ഇതന്നെയല്ലേ കണ്ട്? ഒരല്ലാഹുവിനെ ഏൽപ്പിച്ച കുട്ടീനെയും കൊണ്ട് പോവുക വലിയ നാളിന് രാവിലെ. ആ കുട്ടി എന്ന് പറഞ്ഞാൽ വാത്സല്യനിധിയാണ്. ആ കുട്ടിയെ കാണാൻ വേണ്ടി അള്ളാഹു ബുറാഖിനെ ഇറക്കി കൊടുക്കും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിക്ക് മാസത്തിൽ ഒരിക്കൽ കുട്ടിയെ വന്ന് കാണും. സാറാ ബീവി ഒറ്റക്ക, അതുകൊണ്ട് രാത്രി അങ്ങോട്ട് തന്നെ തിരിച്ചെത്തണം. പകൽ മുഴുവനും കുട്ടിയുടെ കൂടെ കഴിയും. ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം.
മനസ്സിലാവണില്ലേ? ബുറാക്കിൽ ഇറക്കി കൊടുക്കും, ബുറാക്കിൽ വരും, പിന്നെ തിരിച്ചു പോവും, വൈകുന്നേരം തിരിച്ചു പോവും. ആ കുട്ടീന്ന് പറഞ്ഞാൽ വല്ലാത്തൊരിഷ്ടമാണ്. ഈ കുട്ടിയെ കൊണ്ടുപോകുന്ന നേരത്ത് ഹാജറിനോട് പറയുന്നില്ല, കുട്ടിയെ അറക്കം കൊണ്ടുപോവാണ്, ചമയിച്ചു കൊണ്ടുപോവാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയതിൽ പിന്നെ ഇബ്ലീസിനെ അറിയാം, ഇബ്രാഹിം നബി പിന്തിരിയില്ല. അപ്പൊ നേരെ വിശ്വാസം ഉണ്ടാക്കണം. ഹാജറിന്റെ അടുത്ത് വന്നു റളിയല്ലാഹു അൻഹ എന്ന് ചോദിച്ചു. പിന്നെ നിങ്ങളെ കുട്ടിയുടെ കുട്ടി ഉപ്പാനൊപ്പം പോയി. അപ്പൊ പറഞ്ഞു, കുട്ടി ഉപ്പാനൊപ്പം എന്തിനാ ഉപ്പ കുട്ടിയെ കൊണ്ടുപോയത് നിങ്ങൾക്കറിയോ? അപ്പൊ പറഞ്ഞു, എന്തിനും ഉണ്ടായാലും കുട്ടി ഉപ്പ ഇവർ പോയതാണ്, തിരിച്ചു വരും. ഇവർ തിരിച്ചു വരില്ല, അറക്കം കൊണ്ടുപോയതാണ്, അറക്കം കൊണ്ടുപോകില്ല. ആ മനുഷ്യന് ആ കുട്ടി അത്ര ഇഷ്ടമാണ്. ആര് പറഞ്ഞു? ഹാജർ പറഞ്ഞു, ആ കുട്ടി അറക്കം കൊണ്ടുപോകില്ല, ആ കുട്ടി ആ മനുഷ്യൻ അത്ര ഇഷ്ടമാണ്, പിന്നെ അറക്കം കൊണ്ടുപോകണം. അപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ നാഥനായ റബ്ബ് പറഞ്ഞിട്ടുണ്ട് അത്രേ അറക്കണമെന്ന്. അപ്പൊ ഹാജർ പറഞ്ഞു, എന്നാ പിന്നെ അറക്കന്നെ വേണം. അതാണ് ഹാജർ. അപ്പൊ മഴ ഉള്ളതാണ്. മമ്പറത്തെ തങ്ങളെ പഠിച്ചോനെ എന്തായി കേൾക്കണേ? അല്ലാ വണ്ടിയോ ജെറൂമ് ഗോത്രമുണ്ട് അപ്പുറത്ത്. ഇപ്പൊ കുറച്ച് ആളുണ്ട് പക്കത്ത്, കാരണം അവിടെ വെള്ളം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കൊക്കെ അറിയാലോ, വാട്ടറാണ് സിവിലൈസേഷന്റെ, എല്ലാ സിവിലൈസേഷന്റെ ആധാരം എന്താ? വെള്ളമാണ്. അപ്പൊ വെള്ളമുണ്ട്. അപ്പോൾ കുറച്ച് ആൾ വന്ന് കൂടിയിട്ടുണ്ട്. പാഞ്ഞു വരിയോ? ഇത് തന്ത മാസത്തിലൊരിക്കേ വരികയുള്ളൂ. എന്നിപ്പോ കുട്ടിയും കൊണ്ട് പാഞ്ഞിരിക്കാൻ പോയോ? പാഞ്ഞു വരിയോ? കൈ കിട്ടിയതൊക്കെ എടുത്തോളി എന്ന് പറഞ്ഞ് പാഞ്ഞ് കുട്ടി രക്ഷപ്പെടുത്താൻ പോയോ? ആദ്യം പറഞ്ഞു ആർക്കൂല, അല്ല ആർക്കാൻ കൊണ്ടുപോകാൻ തന്നെയാണ്, കൊണ്ടുപോകില്ല, ആർക്കാൻ കൊണ്ടുപോകില്ല. ഇപ്പൊ വരും ആർക്കാൻ കൊണ്ടുപോകില്ല എന്ന് എങ്ങനെ പറയണത്? കൊണ്ടുപോകില്ല, കാരണം എന്റെ കുട്ടിയെ എന്റെ വാപ്പാക്ക് വലിയ ഇഷ്ടമാണ്, വാപ്പാണല്ലോ കൊണ്ടുപോയത്. അപ്പോൾ പറഞ്ഞു, വാപ്പാനോട് റബ്ബ് പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ അറക്കണമെന്ന്. അപ്പ പറഞ്ഞു, എന്നാ എനിക്ക് സന്തോഷമായി. എന്തുകൊണ്ട്? റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറക്കനാണല്ലോ, റബ്ബ് പറഞ്ഞല്ലോ. എങ്ങനെയുണ്ട്? ഇതാണ് ആര് പറയാ, ഇതാണ് ആര്. അതുകൊണ്ടാണ് ഹാജർ ബീവിനെ ബീവി റളിയല്ലാഹു അൻഹാക്ക് അല്ലാഹു തആല സംസം വെള്ളം കൊടുത്തത് നമ്മളെ പെണ്ണുങ്ങൾക്ക് കൊടുക്കാത്തു. നമ്മളെ പെണ്ണുങ്ങൾ അവിടുന്ന് കൊണ്ടുവരുന്ന സംസം വെള്ളം കുപ്പിയിലാക്കി കുടിക്കണം. മനസ്സിലായോ പറഞ്ഞത്? എൻ്റെ അതാണ് ഹാജർ. നബിന് അർക്ക് തന്നെ വേണോ? നബിന് അർത്ത് വേണം. ഇപ്പൊ വന്നോളൂ, ഒന്ന് എന്തെങ്കിലും ചായം കഴിഞ്ഞാൽ അർത്ത് വരച്ച് അതന്നെ ഹസ്ബി റബ്ബി പാട്ടോടിയത് കാര്യമില്ല. ഹസ്ബി റബ്ബി വമൻ അലല്ലാഹ്, ഒരാൾ അല്ലാഹുവിനെ ഏൽപ്പിച്ചാൽ ഫഹുവ ഹസ്ബുഹു, അല്ലാഹ് മതിയാവും. എന്താണ് മതിയാവും? പരിഹാരം ഉണ്ടാവും. നീ അർക്കും, അർത്താലോ അർക്കാനാണ് പരിഹാരം, അർത്തില്ലെങ്കിലോ ഇനി പരിഹാരം ഉണ്ടാവും. മനസ്സിലായില്ലേ? അതും 7-ാം രാവ്, 8-ാം രാവ്, 9-ാം രാവ്, 10-ാം രാവ് മക്കയിലെത്തിയിട്ട് കുട്ടിയിട്ട് കളിക്കുക 3 ദിവസം. അപ്പോഴാണ് ഈ സ്വപ്നം കാണുന്നത്. 8-ാം രാവും 9-ാം രാവും ഹജ്ജിൻ്റെ സമയമല്ലേ? 8-ാം രാവും ഹജ്ജിനിലോ മനസ്സിലാവുകൊണ്ട് പറഞ്ഞത്. 8-ാം രാവും 9-ാം രാവും 10-ാം രാവും ഇവിടെ തന്നെയാണ്. 8-ാം രാവ് സ്വപ്നം കണ്ടു. അതാണ് ലൈലത്തു തെർവിയ. ഈ ലൈലത്തു തെർവിയയിൽ നമ്മളിവിടെ ഹാജിമാർ ഹജ്ജിന് വേണ്ടി ഒരുങ്ങിയിട്ട് മിനെ പോയി കൂടുമല്ലോ. മനസ്സിലായില്ലേ? ഒരു നിലക്ക് ഹജ്ജ് തുടങ്ങുന്നത് തെർവിയത്ത് മുതലാണ്. തെർവിയത്ത് എന്നാൽ 8-ാം രാവ്, പിന്നെ 9, 10. 8-ാം രാവിന് സ്വപ്നം കണ്ടു, പിന്നെ 9-ാം രാവിന് സ്വപ്നം ആവർത്തിച്ചു. 3-ാം രാവിനും 10-ാം രാവിനും കൂടി സ്വപ്നമായപ്പോൾ 3 തവണയായി ഉറപ്പിച്ചു അർക്കന്നെ. ഇതുവരെ ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനി ഡൗട്ടില്ല, ഉറപ്പ്. ഇത് റബ്ബിന്റെ തന്നെയാണ്, ഉറപ്പ്. വസ്വാസാക്കാൻ നോക്കി ഇബ്ലീസിനെ ഓടിച്ചു. ഇതിന് റബ്ബിൻ്റെതാണ് തീരുമാനം. പിന്നെ കുട്ടിയെ വസ്വാസാക്കാൻ നോക്കി, കുട്ടിക്കൊരു പ്രശ്നമില്ല. പാപ്പ എന്താ തീരുമാനിച്ചത് അതുപോലെ. എന്ന് പറയുന്നിടത്ത് വാത്സല്യം കൊണ്ട് താവ് കൂടി കൂട്ടി. നമ്മൾ ഉപ്പ എന്ന് പറയുന്നത് ഉപ്പച്ചെന്ന് പറയാലോ സ്വാഭാവികമായിട്ട്. വാത്സല്യം കൊണ്ട് കുട്ടികൾ പറയുന്ന വാക്കാണ് എന്ത്? ഉപ്പ ബാപ്പ എന്നത് നമ്മൾ പറയുന്ന ഒരു പ്രയോഗമാണ്. എന്ത് പറ, നമ്മൾക്കുള്ള പ്രയോഗമാണല്ലോ. എൻ്റെ ഉപ്പച്ചെന്ന് പറയും, ബാപ്പച്ചെന്ന് പറയും, അതൊരു പ്രയോഗമാണ്. യാ അബി, ഇവിടെ യാ അബിയിലൊരു താവ് കൂട്ടി, യാ അബത്തി. ഇന്നി അറാഫിൽ മനാമി അന്നി അസ്ബഹുക്, എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കാണുന്നുണ്ട് അന്നി അസ്ബഹുക്, നിന്നെ ഞാൻ അറക്കണമെന്ന് എൻ്റെ കൈകൊണ്ട്. ഫൻദുർ മാദാ തറ, നിന്റെ അഭിപ്രായം എന്ത്? ഖാല, കുട്ടി പറഞ്ഞു, യാ അബതി ഫഅൽ മാ തുമർ, കൽപ്പന പോലെ ചെയ്യുക. സതജിദുനി,
ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞത് എന്തിനാണെന്നറിയോ? കുട്ടിയെങ്ങാനും മരിക്കണ നേരത്ത് പിടഞ്ഞാലോ ബാപ്പാക്ക് വിഷമുണ്ടാക്കിയാലോ എന്ന് പേടിച്ചിട്ട് മിനസ് സ്വാബിരീൻ്റെ നേരെ മുമ്പ് എന്ത് കൊടുത്തു? ഒരു ഇൻഷാ അല്ലാഹ് കൊടുത്തു. ആയത്ത് ഓർമ്മല്ലേ അത്? യാ അബതി ഫഅൽ മാ തുഅ്മർ, യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. യാ അബതി ഫഅൽ മാ, യാ അബതി പക്ഷേ ഫഅൽ മാ തുഅ്മർ കൽപ്പന പോലെ ചെയ്തു കൊള്ളുക. സതജിദുനി മിനസ് സ്വാബിരീൻ എന്ന് പറയുന്നിടത്ത് കേറ്റി എന്ത്? ഇൻഷാ അല്ലാഹ്. പടഞ്ഞാലോ പാക്ക് വിഷമമായാലോ. എന്നിട്ട് റബ്ബിനോട് പറഞ്ഞു, റബ്ബേ ഉപ്പന്നെ ആർക്കും എനിക്ക് വേദനയാകായി, ഞാൻ ബാപ്പാനെ ബുദ്ധിമുട്ടിക്കരുത്. ബാപ്പാനോട് പറഞ്ഞു എന്നെ കമ്മിറ്റി കടത്തണം. എന്തുകൊണ്ട്? നിങ്ങളെ മുഖത്തെ നോക്കിയാൽ എനിക്ക് മരിക്കാൻ വിഷമമുണ്ടാവും. കുട്ടിയെ കമ്മിറ്റി കടത്തി. മനസ്സിലായില്ലേ? കുട്ടി എന്നെ പറഞ്ഞു കാല് ബന്ധിക്കണം. എന്തുകൊണ്ട്? ഞാൻ പഠന ഉപ്പക്ക് ആർക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, വേദന വരുമ്പോൾ പേടിയോലോ. കുട്ടിയുടെ കൽപ്പന പ്രകാരം ബാപ്പ എന്ത് ചെയ്തു? പറയ കുട്ടി. കുട്ടിയുടെ കൽപ്പന പ്രകാരമാണ് എന്ത് ചെയ്തത്? കാല് ബന്ധിച്ച് കാല് കൂട്ടി കെട്ടി. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ഉറക്കെ മനസ്സറിഞ്ഞ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അല്ലാഹ് അല്ലാഹ് അല്ലാഹു. കേറണം അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ഫക്കീറുമാകാം മുതലാളിയുമാകാം. മുതലാളിക്ക് എപ്പോഴും മാനസിക വേദന ഉണ്ടാവും. ഫക്കീറിന് മാനസിക വേദന ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. എപ്പോൾ മുതലാളിയുടെ സാന്നിധ്യത്തിലാണെങ്കിൽ മുതലാളി കരീമാണെന്ന് ഫക്കീറിന് അറിയുകയും ചെയ്യും. മുതലാളിക്ക് ബേജാറുണ്ടാവാം. മുതലാളി ആകാത്ത മുതലാളിക്ക് വലിയ മുതലാളിയല്ല. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പറയും, അതല്ലെങ്കിൽ അങ്ങനെയും പറയും. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങളെൻ്റെ കൂടെ കയറിയിരിക്ക്, നല്ലോണം തല കൊടുക്ക്. ഞാൻ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കുന്നത് മനസ്സ് ഒതുങ്ങ മുതലാളിയാവുമ്പോഴാണെന്നല്ലേ? അല്ല, മനസ്സൊതുങ്ങൽ ഫക്കീറാവുമ്പോഴാണ്. ഈ ഫക്കീർ ആരെ സ്വർഗത്തിലാവുക? മുതലാളിയോ കരീമോ ആവുക. കരീമാണെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇഖ്റഉ വറബ്ബുക്കൽ അക്രം, ഏറ്റവും വലിയ കരീമാണ്. ആണോ? അല്ലേ? ഇഖ്റഉ വറബ്ബുക്കൽ അക്രം ഏറ്റവും വലിയ കരീമാണ്. അതായത് എന്തും ചെലവഴിക്കാൻ ഒരു മടിയില്ല. ആര്? മുതലാളി. മുതലാളിക്ക് പ്രശ്നം ഉണ്ടാവും. എന്തുകൊണ്ട്? കട്ടുപോയാലോ, പൈസ കട്ടുപോയാലോ, കൊള്ളക്കാർ വന്നാലോ. ഇതൊക്കെ ആരെ പേടിയാ? മുതലാളി അല്ലാതെ മുതലാളി എന്ന് പറയുന്നത് നമ്മളെപ്പോലത്തെ പോലെ പേടിയാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. വലിയ മുതലാളിക്ക് പേടിയില്ല, പേടിയെന്നത് തന്നെ ഇല്ല. അവന് മനസ്സിലായില്ലേ? അവന് മുസ്തഹിലായ സിഫത്താണ് ഖൗഫ്. അവന് പേടി ഉണ്ടാവില്ല. ആർക്ക്? വലിയ മുതലാളിക്ക്. ആ വലിയ മുതലാളിയുടെ ഫക്കീറിനോ തീരെ പേടി ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഒന്ന് മുതലാളിയുടെ കൂടെ എൻ്റെ വലിപ്പത്തിൽ എന്നാണ് എൻ്റെ മുതലാളി എന്നെ ഏറ്റെടുത്തു. എൻ്റെ കയ്യിൽ കള്ളന്മാരെ പേടിക്കും വേണ്ട. എന്തുകൊണ്ട്? എൻ്റെ കയ്യിലൊന്നുമില്ല. എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണമുണ്ട്. ആരും നടത്തും. മനസ്സിലായില്ല? ദുനിയാവിൽ ജീവിക്കാൻ ഏറ്റവും നല്ലത് ഫക്കീറാകല. ഏത് ഫക്കീർ? റബ്ബിൻ്റെ ഫക്കീർ. ഈ ഫക്കീറാണ് ആര്? അമ്പിയാക്കളൊക്കെ ഒരു ഫക്കറാക്കള. അൽ ഫക്കീർ. ഫക്കീർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഫക്കീർ എന്നാൽ മിസ്കീനല്ല. ഫക്കീർ എന്നാൽ എന്താ? ദുനിയാവിന്റെ മുന്നിൽ അവർ മിസ്കീനാണെങ്കിലും അള്ളാഹിന്റെ മുന്നിൽ ഫക്കീറാണ്. ഫക്കീർ എന്നാൽ എന്താ?
ആവശ്യക്കാരൻ ആരിലേക്ക്? അള്ളാഹുവിലേക്ക്. അപ്പൊ ഇയാളുടെ കയ്യിലൊന്നും ഇല്ല. അയാളെ തൊട്ട ആരുണ്ട്? ഇതിനേക്കാൾ അടുത്തുണ്ട് ആര്? ഖാഫ് അധ്യായത്തിന്റെ 16-ാമത്തെ ആയത്ത്, കണ്ടനാടിയേക്കാൾ അടുത്ത് ഞാനുണ്ട്. പിന്നെ ഇതിനെ പഠിക്കണം, മനസ്സിലായില്ലേ? അവന്റെ കണ്ടനാടിയേക്കാൾ അടുത്ത്, നാം അഖ്റബു ഇലൈഹി, അവനിലേക്ക് ഏറ്റവും അടുത്തിട്ടുണ്ട്, മിൻ ഹബിലിൽ വരീദ്, അവന്റെ കണ്ടനാടിയേക്കാൾ അടുത്താരുണ്ട്? പറ കുട്ടി. ഇയാൾ ഫക്കീറ, സഹായിക്കേണ്ട ആൾ ദുബായിലാ, സഹായിക്കേണ്ട ആൾ ലണ്ടനില്ല. ഇഖാമ എക്സ്പയർ ആണെന്റെ തലേന്ന് നോക്കുമ്പോ ഇഖാമ നാളെ എക്സ്പയർ ആവും. കഫീലിനെ വിളിച്ചപ്പോ കഫീൽ ലണ്ടനില്ല. പുറത്തിറങ്ങാൻ പറ്റില്ല, പോലീസ് പിടിക്കും. നാളെ ആണെങ്കിലോ മറ്റന്നാൾ പെരുന്നാൾ, ഏറ്റവും ചുരുങ്ങിയത് ജുമയക്കുണ്ട്, ഏറ്റവും ചുരുങ്ങിയത് പെരുന്നാളിന്റെ പള്ളിക്ക് നിസ്കരിക്കാൻ പോകണ്ടേ, ഖുത്ബക്കുണ്ട്. കഫീലോ? പറ കുട്ടി. കഫീൽ ഉണ്ടല്ല. കഫീലിനെ വിളിച്ചു. അപ്പൊ കഫീൽ പറഞ്ഞു, ഞാൻ സ്ഥലത്തില്ലല്ലോ, ഇത് പേടിക്കണ്ട, ഞാൻ മറ്റന്നാൾ വന്നാൽ ശരിയാക്കി തരാം. ഞാൻ ഈ മറ്റന്നാൾ വരെ ഇയാൾ മഹബൂസാണ്. എന്തുകൊണ്ട്? അയാളുടെ അയാളുടെ അടുത്ത് ആരില്ല, കഫീലില്ല. ഇത് കഫീലോ? ഖുർആൻ സത്യമാണോ കളവാണോ? ആദ്യം പറയാം, അതാദ്യം തീരുമാനിക്കും. ഖുർആൻ സത്യമാണോ അസത്യമാണോ? അല്ല, അസത്യമാണെങ്കിൽ പിന്നെ പുറത്ത് ഇവിടെ ഇരുന്നാണ് നേരം കളയണ്ട. ഖുർആൻ സത്യമാണോ അസത്യമാണോ? പറ കുട്ടി, പറ. ഇത് എന്തിനാണ് വന്നത്? നിങ്ങളിൽ പല ആളുകൾ ഇവിടെ വന്നത് കുഴങ്ങിയിട്ടാണ് എനിക്കറിയാം. അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര രാവിലെ വരില്ല, എനിക്കറിയാം. കുഴങ്ങിയിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് വരികയാണ്, നാടാകെ കടാണ്, നിങ്ങൾ രക്ഷപ്പെടുത്തണം എന്ന്. എനിക്ക് പിന്നെ തിരുവനന്തപുരത്ത് അങ്ങോട്ട് പോകാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നീ മുതലാളിയെ കണ്ടില്ല. മുതലാളി എവിടെ ഉണ്ട്? പറയാം, മുതലാളി എവിടെയുണ്ട്? ഇതിനേക്കാൾ അടുത്തുണ്ട്. ഇല്ലെങ്കിൽ ഖുർആൻ കളവാന്ന് പറയണം. അപ്പൊ ഈ കാഫറാവും. ഞാൻ അവന്റെ എത്ര അടുത്തുണ്ട്? പറ കുട്ടി. അടുത്തല്ല, ഇതുമല്ല, അപ്പൊ പുറത്താണ്. അവന്റെ കണ്ഠനാടിയേക്കാൾ അടുത്ത് ഞാനുണ്ട്. അവന്റെ ഇതിനേക്കാൾ അടുത്ത് ഞാനുണ്ട്. ഇവന്റെ തിരുവനന്തപുരത്ത് വരാൻ കാരണം നിന്റെ കണ്ഠനാടിയേക്കാൾ അടുത്തുള്ള ആളെ നീ കണ്ടില്ല, നിന്റെ കണ്ഠനാടിയേക്കാൾ അടുത്തുള്ള ആളെ ഞാനും കണ്ടില്ല. ഈ ഇരുകാലിയായ അരക്കാശിന് പറ്റാത്ത ആചാരോട് ഈ പറയാണ്, എന്ത് എങ്ങനെയെങ്കിലും നമ്മളെ കടന്ന് തീർത്തരി. ഇയാളായിക്കോട്ടെ, നമുക്ക് നോക്കാന്ന് പറയും. അങ്ങനെ ഇയാൾ ആയിരക്കണക്കായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. 1 ഉറുപ്പ്യേന്റെ കട ഇയാളോട് കൂട്ടിയിട്ടില്ല. ഇയാൾ അങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. മറ്റേയാളോ ഇന്നക്കലാ തുഖ്ലിഫുൽ മിആദ്, 5 ബാങ്ക് കൊടുക്കുമ്പോഴൊക്കെ പറയും ഇന്നക്കലാ തുഖ്ലിഫുൽ മിആദ്. വാക്ക് പറഞ്ഞ പിന്നെ ലംഘിക്കൂല. എന്റെ വാക്ക് പറഞ്ഞ് എന്റെ ദിനക്കൾ അടുത്തിയാനുണ്ട്, എന്നിട്ട് ലംഘിക്കും. തീരുമാനിച്ചു പോയി. മുസ്ലിം ആകണോ വേണ്ടേന്ന് തീരുമാനിച്ചു പോകണം. മനസ്സിലായില്ലേ പറഞ്ഞത്? നിന്റെ കണ്ടനാടിയേക്കാൾ അടുത്ത് പറ ഞാനുണ്ട് നിനക്ക് അള്ള പറഞ്ഞു. 5 ബാങ്ക് കൊടുക്കുമ്പോൾ അവസാനം എന്താ പറയുന്നത്? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ വസ്സലാത്ത് പറയങ്ങായി വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വദറത റഫിയ വബഅസു മഖാം മഹ്മൂദ് അല്ലദി വഅതു വർസുഖ്നാ ശഫാഅതു യൗമൽ ഖിയാമ. ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്. നീ ഒരു വാക്ക് പറഞ്ഞാൽ ലംഘിക്കൂല. ആര്? നീ പഠിച്ചോൻ. അപ്പൊ 5 വഖത്ത് പറയുന്നത് അല്ലാഹു വാക്ക് പറഞ്ഞാൽ ലംഘിക്കൂല. എന്തേ അല്ലാഹു പറഞ്ഞത്? നിന്റെ കണ്ടനാടിയേക്കാൾ അടുത്ത് ഞാനുണ്ട്. അള്ളാഹനെ കാണാൻ കഴിഞ്ഞില്ല. നാട്ടുകാരെ കണ്ടു. അവരൊക്കെ ഒരു കാര്യമല്ല കണ്ടിട്ട്. ഇനി ഒരാൾ കണ്ട് അയാൾ എന്ത് ചെയ്ത് അയാൾ നമ്മളെ കടം വീട്ടി തന്നു എന്നൊക്കെ ആയിക്കോട്ടെ. പിന്നെ മുതലാളി ആയാലും എൻ്റെ കഥ പോക്കാണ്. പിന്നെ ഇയാൾ ഒരിക്കൽ കുടുങ്ങിയപ്പോൾ നാടാകെ പാപ്പറായി നടന്നപ്പോൾ എൻ്റെ കടം വീട്ടിൽ തന്നു ആ മുതലാളി. പിന്നെ ഈ വലിയ മുതലാളിയായി. അങ്ങനെ ഈ പള്ളിൻ്റെ ജനറൽ ബോഡിയിൽ ഇരിക്കുന്ന നേരത്ത് എന്നെ പള്ളി പ്രസിഡന്റ് ആക്കാണ് നാട്ടിൽ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഓനെ ആക്കണം.
ഓനൊക്കെ തെണ്ടിയല്ലേ. തെണ്ടിയല്ല, എന്നടാ ഞാൻ തെണ്ടിയായത് എന്ന് പറയണം എന്ന് എനിക്കുണ്ട്. പക്ഷെ പറയാൻ കഴിയും. എന്തുകൊണ്ട്? ലയിച്ചാലെന്ന് പറയും. അയാൾക്ക് സുന്ദരിയായ മകളുണ്ട്, നിനക്ക് നല്ലൊരു ആൺകുട്ടിയുണ്ട്, കെട്ടിക്കണം നിനക്ക് ബോധ്യമുണ്ട്. പക്ഷെ അയാളോട് ചോദിക്കാൻ പറ്റൂല. ദല്ലാലിനെ പറഞ്ഞാൽ ദല്ലാലി ചായ കൊടുക്കും, ദല്ലാലിക്ക് മറ്റയാള് എന്നിട്ട് പറയും എന്ത് വിജയത്തിൽ പറഞ്ഞിട്ടില്ല, ഞാനോട്ട് കേട്ടിട്ടില്ല, ചായ കൂടി ചോദിക്കോ. തെണ്ടിയാളെ എന്റെ മക്കളെ കൊടുക്കൂല. തെണ്ടിയോ അവനോട് ചോദിച്ചാളാ എന്നാ ഒന്ന് തെണ്ടിയത്. അപ്പൊ മനസ്സിലായില്ല. ഇയാളെ കയ്യിൽ നിന്നെങ്ങാനും പൈസ വാങ്ങിയോ ഈ ആയുസ് മുഴുവൻ കുടുങ്ങി. ഇവിടുത്തെ ആളെ കണ്ടില്ല. അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. കണ്ട നാടിയേക്കാൾ അടുത്തുള്ള ആളെ കണ്ടതേയില്ല. മറ്റേ ആൾ കൊടുക്കാൻ കാത്തിരിക്കുന്നുണ്ട്. ഇറവനിടൻ കയ്യേന്തുങ്കൾ അവനില്ല എന്ന് ചൊല്ലുവതില്ലേ. പെരുമയോടെ കേട്ടുപാറുങ്കൾ അവൻ പൊക്കിഷത്തെ മൂടുവതില്ലേ. എൻ്റെ കുട്ടിക്കാലത്ത് വെള്ളിയാഴ്ച രാവിലെ നാവൂർ ഹനീഫാൻ്റെ പാട്ട് റേഡിയോ കൂടെ വരും. നല്ല മുസ്ലിം ഭക്തിഗാനങ്ങൾ. നാവൂർ ഹനീഫാനെ കേട്ടിട്ടില്ലേ? പറയും എന്താ പാട്ട്. നാവൂർ ഹനീഫ മരിച്ചപ്പോൾ മയ്യത്തെടുക്കാൻ വേണ്ടി കരുണാനിധി, കലൈഞ്ചർ കരുണാനിധിയാ വന്നത്. അത്ര വലിയ മന്ദിർ. ഇറവനിടം കയ്യേന്തുങ്കൾ അവനില്ല എന്ന് ചൊല്ലുവതില്ലേ. പെരുമയോടെ കേട്ടുപാറുങ്കൾ അവൻ പൊക്കിഷത്തെ മൂടുവതില്ലേ. അവനോട് ചോദിച്ചു വാങ്ങിക്കളി. അവൻ പിന്നെ പൊക്കിഷം പറയൂല. ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് ആര് പറയില്ല. മനസ്സിലായില്ല? അല്ല പറയില്ല. ഞാനവന് കൊടുത്തിട്ടല്ലേ അത് പറയില്ല. അവൻ തരാൻ വേണ്ടി കാത്തിരിക്കാണ്. അവന്റെ ഖജനാവോ അതിന് ഏറ്റവും ഇല്ല. ഇവനോ എടുത്താൽ തീരും, മറ്റോ എടുത്താൽ തീരൂല. ചോദിക്കാൻ നീ തയ്യാറുമല്ല.